ഇങ്ങനെ അതിപേറി ബാധകത്ത് അല്ലും പാകിൽ തനീത്ത് ആകലോകരെ തൊട്ട് ഖാലിദായ ആ പോത്ത് തന്നിലവർ ആശിഖാലെ പൊറുത്തിടും ദിനം തൻ്റെ ആദത്ത് പതിവായി ഹംസീന നാള വയ്യെട്ട് വലിയും മാള പാർപ്പ് വിട്ട് പുറപ്പെടും സുബഹി കവർ തോളാം നദിൽഹത്ത ബൈച്ചുമന്ത് നടന്ത് സൂക്കിനിൽ വിറ്റിടും കോളാം. ഏതായാലും മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ തൻ്റെ കൊട്ടാരത്തിൽ നിന്നും വിട്ടകന്നതിന് ശേഷം പല നാടുകളും താണ്ടി അള്ളാഹുവിനെ ഇബാദത്തെടുത്തുകൊണ്ട് അള്ളാഹുവിൽ ലയിച്ചുകൊണ്ട് അങ്ങനെ നടക്കുകയാണ്. ഈ സമയം അദ്ദേഹം എത്തിച്ചേർന്നത് നമ്മൾ മുമ്പത്തെ എപ്പിസോഡിൽ പറയുകയുണ്ടായി നൈസാബൂർ അല്ലെങ്കിൽ നൈസബൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മലയിലെ ഗുഹയിലായിരുന്നു. ആ ഗുഹയിൽ ചെന്നപ്പോൾ അവിടെ ഒരുപാട് ആളുകൾ ഇബാദത്തെടുത്ത് കഴിഞ്ഞു കൂടുന്നുണ്ട്, ഒരുപാട് ഫക്കീറന്മാർ. അങ്ങനെ മഹാനവറുകളും അവിടെ അവരോടൊപ്പം കഴിച്ചുകൂട്ടിയെന്ന് മാത്രമല്ല പതിവായി ഹംസീന നാള വയ്യേട്ട് വലിയും മാള പാർപ്പ് വിട്ട് പുറപ്പെടും സുബഹിക്കവർ തോളാനെതിൽ ഹത്ത ബൈച്ചുമന്ത് നടന്ത് സൂക്കിനിൽ വിറ്റിടും കോള. അങ്ങനെ മഹാനവറുകൾ ആ ഗുഹയിൽ, നൈസബൂർ പ്രദേശത്തുള്ള ഗുഹയിൽ ഇബാദത്തെടുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വെറുതെ ഇരിക്കല്ല, ഒരു പണിയും അദ്ദേഹം ചെയ്തിരുന്നു, ഒരു ജോലിയും അദ്ദേഹം ചെയ്തിരുന്നു. എന്താണത്? കാട്ടിൽ പോയി വിറകൊക്കെ ശേഖരിച്ച് വിറകുണ്ടാക്കിയിട്ട് അത് അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റ് കിട്ടുന്ന കാശ് പകുതി അദ്ദേഹത്തിൻ്റെ ഉപജീവനത്തിന് വേണ്ടി ചിലവഴിക്കുകയും ബാക്കി ഭാഗം സദക്ക ചെയ്യുകയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പതിവ് എന്നിവിടെ കവി പറയുന്നു. ദിദിഭാഗം മാക്കിയൊന്ന ചെയ്യും സ്വാദക പിന്ന ശേഷമുള്ളത് കൊണ്ട് തുറക്കുവാൻ തന്നെ കരുതുമേ ചേർന്ന് നൽകുമോ വണങ്ങി മടങ്ങിടും നന്നാൽ. അങ്ങനെ രണ്ട് പകുതിയാക്കിയിട്ട് ഒരു ഭാഗം അദ്ദേഹത്തിൻ്റെയും കുറച്ചൊപ്പം ഫക്കീറന്മാരുണ്ട്. അതുപോലെ കാര്യം കൂടിയും ബഹുമാനപ്പെട്ടവരെ പരിഗണിച്ചിരുന്നത്. അതുപോലെ തന്നെ ചെയ്യും സ്വതക്ക, പിന്നെ ബാക്കി സദക്ക ചെയ്യും. മാത്രമല്ല അങ്ങനെ ഉള്ളതുകൊണ്ട് ബാക്കിയുള്ളതുകൊണ്ട് എന്ത് ചെയ്യും? നോമ്പ് തുറക്ക പരിപാടി. നമ്മളെ പോലെ ദിവസം രാവിലെയും 10 മണിക്ക് ഉച്ചക്കൊന്നും വേണ്ടല്ലോ, നോമ്പാണ്. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള എന്തെങ്കിലും ഒരു വക പകുതി കണ്ടെത്തും, ബാക്കിയുള്ളത് പാവങ്ങൾക്ക് സദക്ക ചെയ്യും. ഇങ്ങനെയായിരുന്നു അദ്ദേഹം ജീവിച്ചു വന്നിരുന്നത്. നൈസബൂർ എന്ന് പറയുന്ന ആ ഗുഹയിൽ വസിക്കുന്ന സമയത്ത് ഒരു ദിവസം ജുമുഅക്ക് പോയി ജുമുഅ വണങ്ങി, അതായത് ജുമുഅ നിസ്കാരമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. ഈ സമയത്തും അന്നാളിൽ മടങ്ങി പൊത്തകം എത്തി വലിയുന്ന അഹദാനിൽ ഇബാദത്തും തുടർന്നാനേ അന്തേ അളയിൽ 50 പരുതമിമ്പിടമീരന്താനേ അതിൽ പിറാവേരെ വിവരമ സബബ് നഫർ അറിന്താനേ. അങ്ങനെ നൈസബൂർ താമസിക്കുന്ന കാലഘട്ടത്തിൽ ജുമയ്ക്ക് പോയി, പള്ളിക്ക് പോയാൽ പിന്നെ കഥ കഴിഞ്ഞ് തന്നെ. ഇപ്പോൾ പള്ളിക്കലേക്ക് പോയപ്പോൾ അങ്ങനെ ജുമയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മൂപ്പരെ പൊത്തിൽ, അതായത് ആ ഗുഹയിൽ വന്ന് താമസാക്കിയപ്പോൾ അവിടേക്ക് ആൾക്കാർ ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഇവിടെ ആരോ കയറി കൂടിക്കണോ നോക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ കയറി വന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ആളുകൾ അറിഞ്ഞു, മൂപ്പരവിടെ താമസിക്കുന്ന വിവരം ആളുകൾ അറിഞ്ഞു. അപ്പം എന്താ ചെയ്തത് എന്നറിയണ്ടേ? പൊന്നാരത്താരുള്ളപ്പോൾ നീനെന്തെത്തിയ വിടത്തിലെ പൊറുപ്പതും നല്ലവല്ല ക്ഷണം താനെ മക്ക പരിയതൊക്കണ പെടല്ലെനിക്കതി ഗുണമാനെ എനും അവർ പൊരുതി ഹൃതിലെ കൊരുതി ധൃതിയിൽ ഉള്ളറുന്താനേ. അങ്ങനെ മഹാനവറുകൾ മനസ്സിൽ വിചാരിച്ചു, ഇഞ്ഞിവിടെ നിന്നാൽ ശരിയാവില്ല. കാരണം ആളുകൾ അറിയാൻ തുടങ്ങിയ പിന്നെ അവിടുത്തെ ഈ ഭാഗത്ത് കണക്ക് തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് സ്ഥലം പോടണം.
ഇവിടുന്ന് ഇനി രക്ഷപ്പെടണമെന്ന് മനസ്സിലാക്കി മഹാനായ ഇബ്രാഹിം നബി തങ്ങൾ വേഗം അവിടുന്ന് തടിയെടുക്കുകയാണ്. ഇവിടുന്ന് നൈസബൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ 9 വർഷം ആ ഗുഹക്കകത്ത് താമസിച്ചതിന് ശേഷമാണ് ആളുകളൊക്കെ അറിയുന്നത് കേട്ടോ. 9 വർഷം അവിടെ താമസിച്ചു. അങ്ങനെ അറിഞ്ഞു എന്ന് മാത്രമല്ല, ആളുകൾ ജനം അറിഞ്ഞപ്പോൾ മഹാനവറുകൾ അവിടുന്ന് സ്ഥലം വിടുകയാണ്. അന്നേരം മാഹന്നാസൊരു ശൈഖിൻ സ്വഭാവത്തിൽ അടുത്ത് ഇബ്രാഹിം മൈത്താനെ വാഴ്വും അധിക പൊങ്കിയും പദവി പൊങ്കിയ താഹത്താണേ അവസുഖമടവിടെ തടി കഠിന നടപടി അതിൽ താനേ. അങ്ങനെ നൈസബൂർ പതിയിൽ നിന്നും ആളുകൾ അറിഞ്ഞപ്പോൾ അവിടുന്ന് സ്ഥലം വിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാനായ ഇബ്രാഹിം നബി തങ്ങളുടെ അടുക്കൽ മെല്ലെ നമ്മളെ ചൈത്താൻകുട്ടി ഇബ്ലീസാക്ക വന്നു. ഇബ്ലീസാക്ക വന്നിട്ട്, അല്ല ഇബ്രാഹിം നബി തങ്ങളല്ലേ ഇപ്പോൾ ഇത് കൊട്ടാരം വിട്ടിറങ്ങിയ സുൽത്താനല്ലേ, എന്താ ഇപ്പോൾ ഈ ബൽഹ സാമ്രാജ്യമൊക്കെ വിട്ട് വലിയ രാജാവായിട്ട് ഇപ്പോൾ ഈ കോലത്തിൽ നടക്കണത് എന്ന് ചോദിച്ചു. തിന്നാൻ ഭക്ഷണം മറ്റും മുനൈവക്കല്ലിലയില്ലോ തിടുങ്ങാൻ കാര്യമെന്തി തരമാനെ ഇന്ദേ തികരി ഇപ്പുറമിലെ കടപ്പൻ പരമാനെ ഭയപ്പെടുത്തിടുവൻ കൊടിയവനുടെ നൊടി വരുമാനേ. അപ്പോൾ ഈ ചോദ്യം കേട്ടപ്പോൾ, അല്ല ഭക്ഷണമൊന്നുമില്ല നിങ്ങളെ നിൽക്കുന്നത്, നിങ്ങൾ വലിയ കോടീശ്വരനും അതേപോലെ തന്നെ ലോക രാജാധികാരമുള്ള ആളാണല്ലോ, രാജാധികാരമൊക്കെ ഉള്ള ബൽഹ സാമ്രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ലേ, എന്താ ഇപ്പം ഈ കോലത്തിൽ അയക്കണമെന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ചോദിച്ചു. ഇബ്ലീസ് ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ മൂപ്പർക്ക് വിഷയം മനസ്സിലായി, ഇത് നമ്മളെ ചൈത്താൻകുട്ടിയാണ് നമ്മളെ പേപ്പിച്ചാൻ വന്നിക്കാണ്. അങ്ങനെയാണ് താജിത്തപ്പൽ ഇബ്ലീസ് നൂറപ്പായെ അകം തന്നിൽ കരുതി ചരുവാനെ വിട്ട് അനക്കടക്കുമയിൽ ഇടക്കൊരു ഹസറാണേറക്കഴത്ത് അളവിൽ തൊള്ളുകയും എന്നളകര് മൊളിന്തപ്പടിന മാസാനേ. അങ്ങനെ മഹാനായ ഇബ്രാഹിം നബി തങ്ങളെ ഇബ്ലീസ് പ്രേരിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആ സമയം മഹാനായ ഇബ്രാഹിം നബി തങ്ങൾ ഒരു നിയ്യത്ത് ചെയ്തു, ഇനി ഇവിടുന്ന് യാത്ര ചെയ്യുന്ന ഓരോ സ്ഥലവും ഒരൊറ്റ ഭൂമി, അള്ളാഹിൻ്റെ ഭൂമി മുഴുവനും സുജൂദ് കൊണ്ട് നിറക്കുമെന്ന് പറഞ്ഞ് ശപഥം ചെയ്തുകൊണ്ട് മൊത്തം സുജൂദ് ചെയ്തുകൊണ്ട് ആണ് മഹാനായ ഇബ്രാഹിം നബി തങ്ങൾ പോകുന്നത്. അങ്ങനെ യാത്രയിൽ അകപ്പെട്ട മഹാനായ ഇബ്രാഹിം നബി തങ്ങൾ മാനീതർ തൊഴുത് 12 വത്സരം അന്ത വാദിയിൽ പോറുത്തെന്നും മോളിന്താനെ ഹക്കൻ വളർമ മുത്ത് വലിയില കെടുത്തിനെ പാലം താനെ ഇത് വിധമധികമതുക്കുമുകൾ അതിന്നാസർ ഊരത്താനേ ഊരത്താനേ. അങ്ങനെ 12 വർഷം വാദിയിൽ, അതായത് പല ഭാഗങ്ങളിലൂടെയും അദ്ദേഹം എന്തായി താമസിച്ച് അള്ളാഹുവിന് ഇബാദത്ത് എടുത്ത് അങ്ങനെ കഴിഞ്ഞുകൂടി മക്കയിലെത്തുകയാണ്. മക്കയിലെത്തിയെന്ന് മാത്രമല്ല, തന്നെ തിലിരിക്കും നാളിലെ ഹാറൂൻ റഷീദുണ്ടർ താൻ ഹജ്ജിനുള്ളർന്തേ ഇടമാനെ എത്തി തരമെ കണ്ടതി അജബ് കൊണ്ടവർ സുവലാണേ ഇവരവർ ജവാബായി ഇബ്രാഹിം ഇബ്നു അദ്ഹണ്ടവരാണേ ഞാനീയറടുത്ത് ചോടിടൈ കൈഫാന ജിതുക്ക ന്യായം കേട്ട് വലിയ പൊളി ജാബായേ ചൊല്ലി നലവുൾ വൈത്തിത ഇടം തത്തിലെ കാത്ത ബാണേ മഴനകൾ നുവലും നിരിവരിനമകൾ ദുനിയാവണതിലുതാനേ. അങ്ങനെ മഹാനായ ഹാറൂൻ റഷീദ് ചക്രവർത്തിയുടെ സ്ഥലത്ത് താമസിക്കുന്ന സ്ഥലത്തിലൂടെയാണ് മക്കയെ ലക്ഷ്യമാക്കി തിരിച്ച മഹാനായ ഇബ്രാഹിം നബി തങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഹാറൂൻ റഷീദിൻ്റെ ഭാഗത്തുണ്ട് എന്ന് കേട്ടപ്പോൾ ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി ചെന്നു. അങ്ങനെ ഹാറൂൻ റഷീദ് ആകെ അത്ഭുതപ്പെട്ടു. ഹാറൂൻ റഷീദ് അന്നത്തെ കാലത്ത് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ പരിവാരങ്ങൾ പരവതാനി വിരിച്ച് അതിൻ്റെ മുകളിലൂടെ ചവിട്ടിയിട്ടാണ് പോകുക. ആൾ ഉഷാറാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല മഹാൻ തന്നെയാണ്. പക്ഷേ ഒരു രാജ്യപ്രൗഢിയോടുകൂടെയുള്ള നല്ല നടത്തായിരുന്നു അദ്ദേഹത്തിന്. അതായത് ദുനിയാവുണ്ട് ആഖിറമുണ്ട് എന്നുള്ള നിലക്ക്. ചില ആളുകൾ അങ്ങനെയാണല്ലോ, ദുനിയാവിലും നല്ല അടിച്ചു പൊളിച്ച് ജീവിച്ചു, ആഖിറമുണ്ട്. അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ ആളുകൾ അഥവാ തൻ്റെ പട്ടാളക്കാർ പരവതാനി വിരിച്ച് അതിലൂടെയാണ് മഹാനായ ഹാറൂൻ റഷീദ് ചക്രവർത്തി നടന്നിരുന്നത്. അങ്ങനത്തെ മഹാനായ
ഹാറൂൻ റഷീദ് ചക്രവർത്തിയെ സമീപിച്ചു എന്ന് മാത്രമല്ല, ഞാൻ നീയടുത്ത് ചോടിടൈ കൈഫാന് ജിതുക്ക ന്യായം കേട്ട് വലിയ പൊള്ളി ജാബായെ ചൊല്ലി നലവുൾ ബൈത്തിത ഇടര് തഹത്തിലെ കാത്തബാണേ മഴനകൾ നുവലും നരിവിരമകൾ ദുന്യാവാതിരുതാനേ. അപ്പോൾ ഹാറൂൻ റഷീദ് ചക്രവർത്തി ചോദിച്ചു, അല്ല എന്താപ്പത് കഥ എന്ന് ചോദിച്ചു. ആരാപ്പത്? ബൽഹ സാമ്രാജ്യത്തിൻ്റെ അധിപനായ ഇബ്രാഹിം തങ്ങളില്ലേ, എന്താപ്പോൾ ഈ കോലത്തിലൊക്കെ ആകാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ നേരെ ഹാറൂൻ റഷീദ് ചക്രവർത്തി ഇരിക്കുന്നതിൻ്റെ 4 ഭാഗം കുത്തുബുഖാനയാണ്. കുത്തുബുഖാന അതിൻ്റെ ഇടയിലാവും പരിയിരിക്കണം. അന്താരാഷ്ട്ര അറിവുള്ള ആളാണ് ഹാറൂൻ റഷീദ് ചക്രവർത്തി. അപ്പോൾ മഹാനവകളുടെ ആ കിതാബ് ശേഖരത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് മഹാനായ ഇബ്രാഹിം തങ്ങൾ പറഞ്ഞു, തന്നെ കാരണം അതിൻ്റെ ഉള്ളിലുള്ള ഓരോ കാര്യങ്ങൾ ഞാൻ തുറന്നു നോക്കിയപ്പോഴാണ് കണ്ടത്. അപ്പോൾ അത് കാരണം തന്നെയാണ് ഇപ്പോൾ ഈ കോലത്തിലയക്കണത് എന്നാണ് മറുപടി കൊടുത്തത്. അങ്ങനെ അത് തന്നിൽ ഭാഗ്യം കിടന്ത് നീന്തൈ അളവിലമിക പുടമിൽ പാറിച്ച് ചിന്തൈ ബദലണവും ഒടുവിൽ അതുകൾ രണ്ടും ഇതിൻ്റെ രീതി ഇങ്ങനെയല്ല എന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ. പതിയത് പിടിച്ചതിലെ തക്കുവ ചെയ്ത് ബരുമതി വിരപൊലിവാദി തലവെക്കൈത്. ഇരട്ട തൊങ്കൽ എന്നവിടെ എഴുതിക്കണ് കവി. ബഹുമാനപ്പെട്ട പൊന്നാനിക്കാരനായ വലിയകത്ത് ബഹുമാനപ്പെട്ട പൊന്നാനി പുതിയകം തറവാട്ടിൽ പിറന്ന ഉബൈദുള്ള എന്ന ഭാവമൗലവിയാണ് ഈ കിസ്സപ്പാട്ട് രചിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇവിടെ ഇരട്ട തൊങ്കൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സാധാരണ തൊങ്കൽ നമുക്ക് പാടാൻ കിട്ടും, ഇത് ഇരട്ട തൊങ്കലാകുമ്പോൾ ഒന്നും കൂടി ചാടേണ്ടി വരും. അപ്പോൾ അതെങ്ങനെ പാടുന്നു നോക്കിയിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ അത് നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കാം, അങ്ങനെ കേൾക്കാം.